അയൽവാസിയാണ് ഈ കൊലപ്പെടുത്തിയ ആൾ. അവനിത്തിരി ലഹരി മാഫിയയിൽ ബന്ധപ്പെട്ടതും നിരന്തരമായി ഈ വീട്ടുകാരെ ശല്യം ചെയ്യുന്ന ഒരാളാണ്. 2 കേസ് വടക്കേക്കര സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇവർക്ക് ഇതിനെതിരെ. പിന്നെ കഴിഞ്ഞ ദിവസം ഗേറ്റ് തല്ലി പിടിച്ചൊരു കേസുണ്ടായി. ഇവൻ്റെ ശല്യം മൂത്തിട്ട് തന്നെ CCTV ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പയ്യൻ ജിതിൻ എന്ന് പറഞ്ഞ പയ്യൻ ഗൾഫിലായിരുന്നു. ഇപ്പം 5 മാസമായിട്ട് വന്നിട്ട് പോകേണ്ടത് അടുത്ത മാസം പോകേണ്ടതാണ്. ഇവിടെ നാട്ടിൽ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവരെ ശല്യപ്പെടുത്തൽ രൂക്ഷമായിരുന്നവൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല ചർച്ചകളും പല മധ്യസ്ഥകളും തീർന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ 2 കേസുണ്ട്. ഇവനാണെങ്കിൽ പണ്ടേ ലഹരി മാഫിയ ബന്ധങ്ങളൊക്കെ ഉള്ള പയ്യനാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള പയ്യനാണ്. അങ്ങനെ ഒരു സ്വഭാവമുള്ളവരാണ്. ഇപ്പോഴാണ് ഇത് ഈ ക്രൂരമായ രീതിയിൽ വൈകുന്നേരം ഒരു 5-6 മണിയോടുകൂടി ചെയ്തത്. 2 മരിച്ച 3 പേര് ഇപ്പം മരിച്ചു. വിനീഷയുടെ അമ്മ, വിനീഷയുടെ അച്ഛൻ 3 പേര് മരിച്ചു. പിള്ളേരുണ്ടായിരുന്നു, കുട്ടികൾ ഇത് മാറിപ്പോയി. ജിതിൻ്റെ ഈ പറയണ ആസ്ട്രേലിയയിൽ കിടക്കുന്ന ജിതിൻ്റെ ബൈക്ക് എടുത്തിട്ടാണ് ഇപ്പോൾ അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. സ്ഥിരം പ്രശ്നക്കാരനാണ് അവൻ. സ്ഥിരം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഈ പറഞ്ഞോട്ട് ഇടയ്ക്കിങ്ങനെ ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് അവൻ പോവും. അത് അവൻ്റെ സ്വഭാവമാണ്. പണ്ട് തൊട്ട് നേച്ചറാണ് അവൻ്റെ. ഇപ്പം മരിച്ച വീട്ടിൽ 6 പേര്, കുട്ടികൾ 2 പേര്, ചെറിയ കുട്ടികൾ. ഒരു മാറി നിൽക്കുകയായിരുന്നു, വേറെ ഒന്നും ചെയ്യാറില്ല. ഇവൻ മനഃപൂർവ്വം 2 കത്തി, എക്സ്ട്രാ 2 കത്തി പൈപ്പൊക്കെ ഇട്ടാണ് വന്നത്. പ്രതിയുടെ വീട്ടിൽ അച്ഛനും അമ്മയും പെങ്ങളുണ്ട്. പെങ്ങൾ വിദേശത്താണ്.